ഡോക്ടർ വി.പി. മുസ്തഫ, ഒരിക്കലും CPM-ഓ LDF-ഓ ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല. മാത്രമല്ല ജനം പോലും നമുക്കറിയാം നിഷ്പക്ഷമായി പലതരത്തിലുള്ള സർവേകൾ, ജനങ്ങളുമായിട്ടുള്ള സംവാദ പരിപാടികൾ, ഇതൊക്കെ നമ്മളൊക്കെ തന്നെ നടത്തുമ്പോൾ പോലും നമുക്കറിയാവുന്നതാണ് ജനം എന്താണ് അഭിപ്രായപ്പെടുന്നതെന്ന്. മാധ്യമങ്ങൾ പൊതുവെ എന്താണ് പലപ്പോഴും ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകൾ എടുത്തു വന്നിരുന്ന ഘട്ടങ്ങളിൽ പോലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല കാര്യങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ വന്ന കാര്യങ്ങളെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പോലും അവതരിപ്പിച്ചിരുന്നത്, ഈ സർക്കാരിനെയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സാഹചര്യത്തെയും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നൊക്കെ നമുക്കറിയാം. അതിന് ചേർന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ CPIM പോലും അത് പരിശോധിക്കും എന്ന് ആത്മാർത്ഥമായി തന്നെ ഇന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിലപാടറിയിക്കൽ ഉണ്ടാകുമോ? അങ്ങനെ തന്നെ ഇറങ്ങി നിന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം CPIM-നെയും LDF-നെയും പ്രേരിപ്പിക്കുന്നുണ്ടോ? അതെന്താണ് വിശദീകരണം? തീർച്ചയായും ഇന്നിപ്പോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ, LDF-ന്റെ സംസ്ഥാന കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ, ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനത അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെക്കുറിച്ച്, ജനവിധിയെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ പ്രാഥമികമായ അഭിപ്രായ പ്രകടനങ്ങൾ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIM-ന്റെ ഒരു സംഘടനാ സ്വഭാവം അനുസരിച്ച് പാർട്ടി യോഗം ചേർന്ന് കൂട്ടായി ചർച്ചകൾ നടത്തി യോജിച്ച ഒരു നിലപാടിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും ഈ നേതാക്കളിൽ നിന്നെല്ലാം, ചുമതലപ്പെട്ട ഉത്തരവാദപ്പെട്ട നേതാക്കൾ എന്നുള്ള നിലയിൽ ഇവരിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്. ഇങ്ങനെ ഒരു ജനവിധിയല്ല ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. സർക്കാരിനെ കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വേറെ വലിയ ആക്ഷേപമൊന്നുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ ലാൽ സൂചിപ്പിച്ചതുപോലെ വികസനം നേരിട്ട് അനുഭവിക്കുകയാണ്. നമ്മുടെ നാടിന്റെ മാറ്റം വൻതോതിൽ മറ്റു നാടുകളിൽ നിന്ന്, പുറം നാടുകളിൽ നിന്ന് വന്ന ആളുകൾ പോലും പ്രശംസിക്കുന്നു. അതുപോലെ ജനങ്ങളുടെ ക്ഷേമം, ആ ക്ഷേമ നടപടികൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതു വിതരണ സംവിധാനം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇപ്പോൾ ജനക്ഷേമത്തിലും പൊതുവികസനത്തിലും അത്രയേറെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഗവൺമെന്റ്, അതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ആന്റി ഇൻകംബസി ഈ പ്രചരണ ഘട്ടത്തിലൊന്നും അങ്ങനെ പ്രവണതയെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മാധ്യമത്തിനും അങ്ങനെ പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. പതിവ് പോലെ രാഷ്ട്രീയ എതിരാളികളുടെ പ്രസ്താവനകളുണ്ട് എന്നല്ലാതെ പ്രകടമായ ഒരു ഭരണവിരുദ്ധ തരംഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തേ ഇങ്ങനെ ഒരു വിധി വരാൻ? അപ്പൊ എവിടെയാണ് അതിന്റെ കാതലായ പ്രശ്നം? അപ്പൊ അത് പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് CPIM പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്പീഡിന്റെ ഒരു യുഗവും സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത മേൽക്കൈയിൽ നിൽക്കുമ്പോൾ ഈ ഓർമ്മകൾ, ചരിത്രവും ഓർമ്മകളും വല്ലാതെ പറന്തള്ളപ്പെടുന്നുണ്ട്.